നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബെർണോളിസ് ഇക്വേഷൻ ഫോർ സ്റ്റഡി നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലോ എക്സ്പ്രസസ് ദി ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബെർണോളിസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ നമുക്കറിയാം സ്റ്റഡി ഫ്ലോയിലും നോൺ വിസ്കസ് ഫ്ലോയിലും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. സ്റ്റഡി ഫ്ലോ എന്താണ്, നോൺ വിസ്കസ് എന്താണ്, വിസ്കസ് എന്താണ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലില്ല. ഓക്കെ, അതേപോലെ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലോയും ആയിരിക്കണം. ആ ഫ്ലൂയിഡ് കംപ്രസിബിൾ ആയിരിക്കരുത്, കംപ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കരുത്. ഇതൊക്കെ ബെർണോളിസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷൻസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോ എന്ന് പറയുന്നത് സ്റ്റഡി ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ഓക്കെ, ഈ 3 വാക്കുകളും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇതൊക്കെ എന്താണ് എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ആ വാക്കുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ബെർണോളിസ് ഇക്വേഷൻ എന്താണ് പറയുന്നത്, എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റി, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി. നമുക്കറിയാം ബെർണോളിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തിയറമാണ് അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, കൺസർവേഷൻ ഓഫ് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ കുക്കിംഗ് ഓയിൽ ഈസ് ഹീറ്റഡ് ഇൻ എ ഫ്രൈയിങ് പാൻ. നമ്മളൊരു ഫ്രൈയിങ് പാൻ എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാം ഓയിൽ എടുത്ത ശേഷം അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്, സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുകയാണ്. ദ ഓയിൽ മൂവ്സ് അറൗണ്ട് ദ പാൻ മോർ ഈസിലി വെൻ ഇറ്റ് ഈസ് ഹോട്ട്. അല്ലേ, അതായത് നമ്മളൊരു തണുത്ത പാനിൽ, അതായത് നോർമൽ ടെമ്പറേച്ചർ, ചൂടാകാത്തൊരു പാനിൽ കുറച്ച് എണ്ണ എടുത്തൊഴിച്ചതിന് ശേഷം ആ എണ്ണയെ ഒന്ന് ചുറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ എണ്ണ ഫ്ലോ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേസമയം അത് കുറച്ച് ചൂടാക്കുന്നു. ആ പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ചൂടാക്കിയ ശേഷം നമ്മൾ പിന്നെ ഒന്നുകൂടെ ചുറ്റിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട്, നേരത്തേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ മെയിൻ റീസൺ ഫോർ ദിസ് ഈസ് ദാറ്റ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ദർ ഈസ് എ ഡിക്രീസ് ഇൻ ഡാഷ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോഴാണല്ലോ ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു, എന്ത് വ്യത്യാസത്തിൽ ഡിക്രീസ് ആണ് ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഡിക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി എന്ത് ഡിക്രീസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓപ്ഷൻസ് നോക്കാം. സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഡെൻസിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിസ്കോസിറ്റിയാണ്. ഇവിടെ റോങ് ആയിട്ട് ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിസ്കോസിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഫ്ലൂയിഡ് എടുത്ത് ചൂടാക്കി കഴിഞ്ഞാലും അതിൻ്റെ വിസ്കോസിറ്റി കുറയും. അപ്പോൾ എന്താണ് വിസ്കോസിറ്റി എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തതിന് ശേഷം അതിനെ ഒഴുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഒരു ഡ്രോപ്പ് നമ്മളൊരു സർഫസ് ഒഴിച്ചതിന് ശേഷം ആ സർഫസ് ചരിച്ചു കൊടുത്താൽ മതി, അത് ഒഴുകിപ്പോക്കുള്ളൂ. ഒരു തുള്ളി ഒഴിച്ചതിന് ശേഷം നമ്മൾ സർഫസ് ചരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒഴുകി താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു ചരിഞ്ഞ സർഫസിൽ ഒരു ഡ്രോപ്പ് വെള്ളവും ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിലും, അതായത് വെളിച്ചെണ്ണയും എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? വെള്ളം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഒഴുകി പോകുന്നതും വെളിച്ചെണ്ണ സ്ലോയിൽ ഒഴുകി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഫോക്കസ് ഏരിയയിൽ ഇല്ല. അതുകൊണ്ട് നമുക്കത് വലുതായിട്ട് നോക്കണം എന്നില്ല. അപ്പോൾ വിസ്കോസിറ്റി വെളിച്ചെണ്ണയ്ക്ക് വെള്ളത്തേക്കാളും കൂടുതലാണ്. ഓക്കെ, മാത്രമല്ല ഏതൊരു ലിക്വിഡിൻ്റെയും വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പാനിൽ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കുമ്പോൾ പിന്നെ അത് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് വിസ്കോസിറ്റി കുറയുന്നതാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ സ്ട്രോസ് ആർ യൂസ്ഡ്
ടു ഡ്രിങ്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നു, അല്ലെങ്കിൽ ലൈം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് സ്ട്രോസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോ അവിടെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ജ്യൂസ് മുകളിലോട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. വെൻ വി സക്ക് ദ സ്ട്രോ, നമ്മൾ സ്ട്രോയുടെ ഒരു ഭാഗം ജ്യൂസിൽ മുക്കി വെച്ചതിന് ശേഷം മറ്റേ ഭാഗം നമ്മൾ മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ മറ്റേ ഭാഗം നമ്മൾ വായിൽ വെച്ചിട്ട് നമ്മൾ അതിനെ സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, മുകളിലേക്ക് സക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ ഇൻസൈഡ് ദ സ്ട്രോ ബിക്കംസ് എ ലോവർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അങ്ങനെ സക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രോയുടെ അകത്ത് നിൽക്കുന്ന എയറിനെ മുകളിലോട്ട് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രോയുടെ അകത്ത് എയർ പോകുന്ന സമയത്ത് അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടാകുന്നു. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനേക്കാളും അന്തരീക്ഷത്തെക്കാളും കുറഞ്ഞ ഒരു പ്രഷർ അവിടെ രൂപപ്പെടുന്നു, അതായത് പ്രഷർ കുറയുന്നു ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ദിസ് പ്രഷർ ഡിഫറൻസ് കോസ് സോഫ്റ്റ് ഡ്രിങ്ക് ടു റൈസ് ത്രൂ ദ സ്ട്രോ. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് ആണ് ഈ സോഫ്റ്റ് ഡ്രിങ്കിനെ അല്ലെങ്കിൽ ജ്യൂസിനെ മുകളിലേക്ക് പിടിച്ച് വലിക്കുന്നത്. പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോയുടെ മുകൾ ഭാഗത്ത് പ്രഷർ കുറവും താഴ്ഭാഗത്ത് നോർമൽ പ്രഷറുമാണ്. അപ്പോൾ ഈ നോർമൽ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ള മുകൾ ഭാഗത്തേക്ക് ജ്യൂസ് കയറി വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്ട്രോ വെച്ച് സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ബെർണോളീസ് തിയറം ഈസ് എ കോൺസിക്വൻസ് ഓഫ് എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. ബെർണോളീസ് തിയറം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറമാണ് എന്ന് നമ്മൾ പറഞ്ഞു. യൂസിങ് ദിസ് തിയറം, ഈ തിയറം ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് അറ്റോമൈസർ. അപ്പോൾ ഇത് ബെർണോളീസ് തിയറത്തിൻ്റെ ഒരു 3-4 ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പഠിക്കണം എന്നില്ല, നോട്ട് റിക്വയർഡ് എന്ന് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ടോപ്പിക്ക് ഫോക്കസ് ഏരിയ വീഡിയോയിൽ പറയാത്തത്. ഓക്കെ, എന്നാലും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ഇതിന് ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്കിതങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കേണ്ട. എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ എന്താണ് അറ്റോമൈസർ, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ അറ്റോമൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, നമ്മളിപ്പോൾ സ്പ്രേ ബോട്ടിലെടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിലത്തെ ഒരു നോസിൽ പിടിച്ച് ഞെക്കുന്ന സമയത്ത്, പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിലിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പെർഫ്യൂം, ആ പെർഫ്യൂം ലിക്വിഡായിട്ടാണ് അതിനകത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കുലുക്കി നോക്കുമ്പോൾ അത് കുലുങ്ങുന്ന കാണാൻ പറ്റും. വാട്ടർ പോലത്തെ ഒരു ലിക്വിഡാണ്. ഓക്കെ, നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് സ്പ്രേ ആയിട്ട്, അല്ലേ, അതിൻ്റെ നോസിൽ എന്ന് പറയുന്ന ഭാഗത്തോടുകൂടി സ്പ്രേ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ സ്പ്രേ ആവുന്നതിനെയാണ് അറ്റോമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അറ്റോമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്രേ ആക്കി മാറ്റുക. ലിക്വിഡ് സ്പ്രേ ഫൈൻ പാർട്ടിക്കിൾസ് ആവും. ഫൈൻ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് തെറിച്ച് വരുന്നു. ഓക്കെ, ആ ഒരു കാര്യം ചെയ്യുന്ന ഡിവൈസാണ് അറ്റോമൈസർ. അറ്റോമൈസ് ചെയ്യുന്ന ഡിവൈസാണ് അറ്റോമൈസർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ അല്ല, അത് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് പ്രസ് ചെയ്യുന്നത്. അത് ഇതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയ ശേഷമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു തിയറം ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫിഗർ വെച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ബൗള്, ഇതിൻ്റെ അകത്താണ് നമുക്ക് വേണ്ട ലിക്വിഡ് നിറച്ചിരിക്കുന്നത്, പെർഫ്യൂം അല്ലെങ്കിൽ വെള്ളം നിറച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇതെന്ന് പറയുന്ന ഒരു സ്ട്രോയാണ്. സ്ട്രോ അല്ലെങ്കിൽ ക്യാപ്പിലറി എന്നൊക്കെ നമുക്ക് വിളിക്കാം. ക്യാപ്പിലറി എന്ന് പറഞ്ഞാൽ വളരെ ഇന്നർ ഡയമീറ്റർ വളരെ കുറഞ്ഞ ഒരു ട്യൂബാണ്, വളരെ കനം കുറഞ്ഞ ഒരു ട്യൂബ്, അതിനെയാണ് ക്യാപ്പിലറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കനം കുറഞ്ഞ ഒരു ട്യൂബ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കുന്ന സമയത്ത് ആ വെള്ളം ആ ട്യൂബിൻ്റെ അകത്തൂടെ കുറച്ച് ഉയരത്തിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ച് ഉയരത്തിലോട്ട് വരും, ഏകദേശം ഇതുവരെയൊക്കെ വരും എന്നും പറഞ്ഞ് ഇങ്ങൊന്നും എത്തൂല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ലെവലിൽ കുറച്ച് പൊങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇതൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റാണ്. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സിറിഞ്ച്. ഓക്കെ, സിറിഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ സിറിഞ്ചിൻ്റെ ഇത്രയും ഭാഗം ഇതാണ് സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നീക്കാൻ പറ്റുന്ന എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ഇതിനാണ് പിസ്റ്റൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും. അപ്പോൾ റൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഭാഗം ചെറിയൊരു ഹോൾ ഉണ്ടായിരിക്കും.
അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൻ്റെ അകത്തുള്ള എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസലല്ല ഇത്. ഇതിൻ്റെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്പണിങ്ങിൽ കൂടെ എയർ വളരെ ഹൈ വെലോസിറ്റിയിൽ പുറത്തേക്ക് തെറിക്കും. എയർ വളരെ സ്പീഡിൽ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകും. എയറാണ് പോകുന്നത്, അതാലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് അറ്റോമൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബെർണോളീസ് തിയറം അപ്ലൈ ചെയ്യണം. ബെർണോളീസ് തിയറത്തിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പി പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് പി ബൈ റോ പ്ലസ് ജി എച്ച് പ്ലസ് ഹാഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നായിരിക്കും. ഇതിനെ മൊത്തത്തിൽ റോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയും ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്ത് എഴുതാം. ഇതിലേതായാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഇക്വേഷൻ നോക്കാം, അല്ലെങ്കിൽ മറ്റേത് ചെയ്താലും മതി കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഒരു ഓപ്പണിംഗ്, ആ ഓപ്പണിംഗ് തന്നെയാണ് നമ്മുടെ ഈ ബോട്ടിൽ നിന്ന് വരുന്ന ഈ ക്യാപ്പില്ലറിയുടെ ഓപ്പണിംഗ് വരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹൈ വെലോസിറ്റിയിൽ ഇതുവഴി ഈ ഒരു ഹോൾ വഴി എയർ പോകുന്ന സമയത്ത് നമ്മൾ ആ ബെർണോളീസ് തിയറം നോക്കുകയാണെങ്കിൽ ബെർണോളീസ് തിയറത്തിൻ്റെ ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഇവിടെ റോ ജി എച്ച് എന്ന് പറയുന്ന ടേം ഒന്നും മാറുന്നില്ല, അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഇതുവഴി പോകുന്ന വെലോസിറ്റി, എയറിൻ്റെ വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂടും, അല്ലേ? അപ്പോൾ വെലോസിറ്റി ഹൈ വെലോസിറ്റി ആവുന്നു. അപ്പോൾ വെലോസിറ്റി കൂടുന്നു, വെലോസിറ്റി ഇങ്ങനെ കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ഈ ഇക്വേഷൻ തെറ്റൂലേ? ഈ ഇക്വേഷനിൽ എന്താണ് പറയുന്നത്? ഇതും കൂടെ കൂട്ടിയാൽ കോൺസ്റ്റൻറ്റ് കിട്ടണം എന്നല്ലേ പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒരു ടേം അല്ലെങ്കിലും കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ടേം അല്ലെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ ടേം അങ്ങ് കൂടുകയാണ്. ഈ ടേം അങ്ങ് കൂടുന്ന സമയത്ത് ഇത് കോൺസ്റ്റൻറ്റ് ആയി തന്നെ നിൽക്കണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ടേം പി എന്ന് പറയുന്ന ഈ ഒരു ടേം എന്ത് ചെയ്യണം? കുറയണം. എന്നാൽ മാത്രമേ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കൂ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് 6+8 എന്ന് പറയുന്നത് എത്രയാണ്? 6+8 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 14 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ കിട്ടുന്ന ആൻസർ ആയിട്ടുള്ള 14 കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. 14 എന്ന് പറയുന്ന ആൻസർ മാറാൻ പാടില്ല. നമുക്ക് അടുത്ത ഒരു 2 നമ്പേഴ്സ് കൂട്ടുമ്പോഴും ഉത്തരം 14 തന്നെ കിട്ടണം. ഓക്കെ, ഈ 14 നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ കോൺസ്റ്റൻറ്റ്. ഓക്കെ, പക്ഷേ ഇതിന് ഈ ഒരു ടേം കൂടുകയാണല്ലോ. അപ്പോൾ ഈ 8 എന്നുള്ള ടേം അങ്ങ് കൂടി 10 ആവുകയാണ്. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു നമ്പർ കൂടെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ടേം കൂടി. ഈ രണ്ടാമത്തെ ടേം കൂടിയാലും ഇവിടെ ആൻസർ 14 കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ എത്ര കൊടുക്കണം? 4 കൊടുത്തല്ലേ പറ്റുള്ളൂ. 4 + 10 ചെയ്താലേ 14 കിട്ടൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ടേം കൂടുകയാണെങ്കിൽ ആൻസർ കോൺസ്റ്റൻ്റായി നിൽക്കാൻ വേണ്ടി ഒന്നാമത്തെ ടേം കുറയും. ഈ 6 എന്നുള്ളത് കുറഞ്ഞ് 4 ആയി മാറും. ഈ 8 കൂടി 10 ആകുമ്പോൾ 6 കുറഞ്ഞ് 4 ആവും. അതേപോലെ ഈ ഹാഫ് റോ വി സ്ക്വയറിലെ വി കൂടുന്ന സമയത്ത് ഹാഫ് റോ വി സ്ക്വയർ അങ്ങ് കൂടും. അപ്പോൾ ഈ ആൻസർ കോൺസ്റ്റൻ്റായി നിൽക്കാൻ വേണ്ടി പി അങ്ങ് കുറയണം. പി കുറയുന്നു, പ്രഷർ കുറയും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് പ്രഷർ കുറയും. അതായത് വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഓക്കെ, പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈറ്റ് എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയതെന്ന് വെച്ചാൽ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് എയർ പോകുന്നത്. എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡിലാണ് നമ്മൾ ഈ ബെർണോളീസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതൊരു ഹൊറിസോണ്ടൽ ലൈനാണല്ലോ, അതുകൊണ്ട് ഹൈറ്റ് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ പ്രഷർ കുറയുന്നു. അപ്പോൾ പ്രഷർ കുറയുന്നു, വെലോസിറ്റി കൂടുന്നതുകൊണ്ട് പ്രഷർ കുറയുന്നു. പ്രഷർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ സ്ട്രോ വെച്ച് ജ്യൂസ് കുടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ സക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷർ കുറയുമ്പോൾ താഴെ നിന്ന് ജ്യൂസ് മുകളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പ്രഷർ കുറയുമ്പോൾ ഈ താഴെയുള്ള ലിക്വിഡ് ആ ലോ പ്രഷർ റീജിയനിലോട്ട് കയറി വരും. ഓക്കെ, ഈ ലിക്വിഡ് ഈ ക്യാപ്പിലറി എന്ന് പറയുന്ന പൈപ്പ് വഴി കയറി ഈ വായുഭാഗത്തെത്തും, ഈ ഒരു ഹോളിൻ്റെ അടുത്തെത്തും. ഓക്കെ, അപ്പോഴും അവിടെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വെലോസിറ്റി അപ്പോഴും കൂടി തന്നെ നിൽക്കും. അപ്പോൾ പിന്നെയും ആ ലോ പ്രഷർ അവിടെ തന്നെ കാണും. അപ്പോൾ ആ ലോ പ്രഷർ കാരണം ഈ ലിക്വിഡ് മുകളിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഹൈ വെലോസിറ്റിയിലാണ് ഇവിടെ എയർ പോകുന്നത്, അല്ലേ? ഈ ഹൈ വെലോസിറ്റി പോകുന്ന എയറിൻ്റെ ഇടയിലോട്ട് ഈ ലിക്വിഡ് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ആ എയറിൻ്റെ കൂടെ ഈ ലിക്വിഡ് മിക്സായിട്ട് ഇത് ചെതറിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഈ എയർ ഹൈ വെലോസിറ്റി ആയി, പ്രഷർ ലോ ആയി, അത് കാരണം ഈ ലിക്വിഡ് കയറി വന്നു. അപ്പോൾ ആ ലിക്വിഡ് ആ എയറിൻ്റെ കൂടെ മിക്സായിട്ട് ഫൈൻ പാർട്ടിക്കിൾസ് ആവും. ഫൈൻ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇങ്ങനെ തെറിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത്.
ഓക്കെ, ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിൽ മാത്രമല്ല, നമ്മുടെ ചെടികളിൽ വെള്ളം തളിക്കാനായിട്ടും മരുന്ന് അടിക്കാനായിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബോട്ടിലുണ്ട്, സ്പ്രേ ബോട്ടിൽ. ഓക്കെ, അതും ഇതേ പ്രിൻസിപ്പിളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാർബറേറ്റർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കാർബറേറ്റർ നിങ്ങൾ ബൈക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാമായിരിക്കും. കാർബറേറ്റർ എന്ന് പറയുന്ന ഭാഗത്തിൽ ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് പെട്രോളും എയറും തമ്മിൽ മിക്സ് ചെയ്യുന്നത്. കാർബറേറ്ററാണ് ഈ പെട്രോളിനെയും എയറിനെയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് എഞ്ചിൻ്റെ അകത്തോട്ട് കൊടുക്കുന്നത്. എയറും പെട്രോളും തമ്മിൽ മിക്സ് ചെയ്താലേ അത് കത്തും. കാരണം എയർ ഉണ്ടെങ്കിൽ ഏതൊരു ഫ്യൂലും കത്തോളും. അപ്പോൾ ഈ പെട്രോളിനെ എയറുമായിട്ട് മിക്സ് ചെയ്യുന്ന ഡിവൈസ് ആയിട്ടുള്ള കാർബറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു അറ്റോമൈസറിൻ്റെ സെയിം പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ബെർണോളീസ് തിയറമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഈ ഫിഗർ വെച്ചിട്ടാണ് ആൻസർ പറയുന്നത്. അറ്റോമൈസർ ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് എ ഫൈൻ സ്പ്രേ. ഫൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ പാർട്ടിക്കിൾ. ഫൈൻ സ്പ്രേ ഓഫ് പെർഫ്യൂമർ ഓർ ഇൻസെക്ടിസൈഡ്, അതായത് നമ്മൾ ഈ ചെടികളിൽ കീടനാശിനി അടിക്കാൻ വേണ്ടിയും ഈ അറ്റോമൈസർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഒന്നുകിൽ പെർഫ്യൂം അല്ലെങ്കിൽ ഇത് പെർഫ്യൂം എന്നാണ് കേട്ടോ, പെർഫ്യൂം ഓർ ഇൻസെക്ടിസൈഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ. അതിൻ്റെ അകത്തൊരു സിലിണ്ടറും പിസ്റ്റണും ഉണ്ട്, നമ്മൾ ആ ഫിഗറിൽ പറഞ്ഞതാണ്. ഇനി എ സ്മോൾ വെസൽ കണ്ടെയ്നിങ് ലിക്വിഡ്, അതാണ് താഴെ വെച്ചിരിക്കുന്ന ആ ബൗൾ അല്ലേ, ലിക്വിഡ് ടു ബി സ്പ്രേഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സിലിണ്ടർ. ഇത് രണ്ടും തമ്മിൽ ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. വെൻ ദ പിസ്റ്റൺ ഈസ് മൂവ്ഡ് ഫോർവേഡ്, എയർ ഈസ് ബ്ലോൺ ഔട്ട് ത്രൂ എ സ്മോൾ ഓപ്പണിംഗ് ഓഫ് ദ സിലിണ്ടർ. നമ്മൾ പിസ്റ്റൺ മുന്നോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എയർ ഹൈ വെലോസിറ്റിയിൽ ആ സ്മോൾ ഓപ്പണിങ്ങിൽ കൂടെ പോകും. ഓക്കെ, ആസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് എയർ ഇൻക്രീസസ്, എയറിൻ്റെ ഫ്ലോ വെലോസിറ്റി കൂടുന്ന സമയത്ത് ദ പ്രഷർ അറ്റ് ദ ഓപ്പണിംഗ് ഡിക്രീസസ്, ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തുള്ള പ്രഷർ കുറയുന്നു. ഓക്കെ, ഡ്യൂ ടു പ്രഷർ കുറയാൻ കാരണം എന്താണെന്ന് അറിയാലോ, അതാണ് ബെർണോളിസ് തിയറം. ഡ്യൂ ടു ലോവർ പ്രഷർ അറ്റ് ദ ഓപ്പണിംഗ്, ആ ഓപ്പണിംഗ് ഭാഗത്തുള്ള കുറഞ്ഞ മർദ്ദം കാരണം, കുറഞ്ഞ പ്രഷർ കാരണം ദ ലിക്വിഡ് റൈസസ് ത്രൂ ദ നാരോ ട്യൂബ്, അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന നാരോ ട്യൂബിലൂടെ ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഗെറ്റ്സ് സ്പ്രേഡ് ഔട്ട് എലോങ് വിത്ത് എയർ, ഇത് എയറിൻ്റെ കൂടെ സ്പ്രേ ചെയ്ത് വെളിയിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് അറ്റോമൈസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പിസ്റ്റൺ വെച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. വേണമെങ്കിൽ നമുക്ക് ഈ സിലിണ്ടർ വളച്ചിട്ട് വെർട്ടിക്കൽ ഡയറക്ഷന് വെക്കാൻ പറ്റും. ഓക്കെ, അതിനൊന്ന് മോഡിഫൈ ചെയ്താൽ, അങ്ങനെ മോഡിഫൈ ചെയ്ത സ്പ്രേ ബോട്ടിലാണ് നമ്മുടെ ഫോഗ് പോലുള്ള പെർഫ്യൂം ബോട്ടിലുകളിരിക്കുന്നത്. അത് കാരണം നമ്മൾ വെർട്ടിക്കലി താഴോട്ടാണ് പ്രസ് ചെയ്യുന്നത് അല്ലേ, പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ഹൊറിസോണ്ടലിയാണ് പ്രസ് ചെയ്യുന്നത്. അത്രയുള്ള വ്യത്യാസം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അറ്റ് എ ഡെപ്ത് ഓഫ് 1000 മീറ്റർ ഇൻ ആൻ ഓഷ്യൻ, അപ്പോൾ ഒരു ഓഷ്യൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ഓഷ്യൻ, ഇത് ലാൻഡാണ്. അപ്പോൾ ഇതാണ് വാട്ടർ, ഇങ്ങനെ കോരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ വാട്ടറിൽ എത്ര ഡെപ്താണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ് എ ഡെപ്ത് ഓഫ് 1000 മീറ്റർ ഇൻ ആൻ ഓഷ്യൻ വാട്ട് ഈസ് ദ ആബ്സല്യൂട്ട് പ്രഷർ? ആബ്സല്യൂട്ട് പ്രഷർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്രഷർ എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്, ആബ്സല്യൂട്ട് പ്രഷർ എന്താണെന്ന് പഠിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ? ഗേജ് പ്രഷറും എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ല. സി ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യനാണ്, നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ പറയാം. അപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ താഴെയാണ് ഈ കടൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ മുകളിൽ അറ്റ്മോസ്ഫിയർ, താഴെ താഴെ വാട്ടർ. അപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിനൊരു പ്രഷറുണ്ട്. അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഓക്കെ, അതിന് കാരണം ഈ എയറിൻ്റെ വെയിറ്റ് ആണ്. ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള ഫുൾ എയർ, ഇവിടെ നിന്ന് നമ്മളങ്ങ് ഏറ്റവും മുകളിൽ എയറുള്ള അത്രയും ഭാഗം മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത്രയും ഭാഗത്തേക്കുന്ന എയറിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. അത് കാരണം അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രഷറുണ്ട്. ഈ പ്രഷർ നമ്മൾ ഹൈറ്റിലോട്ട് പോകുന്നതോറും കുറഞ്ഞു വരും. നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ പോകുന്ന സമയത്ത് ചിലർ ഛർദ്ദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് സ്റ്റേഷൻസ്, അതായത് ഹില്ലി ഏരിയസിൽ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് പ്രഷർ കുറയുന്നു. അപ്പോൾ നമ്മുടെ ബോഡി പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷർ പുറത്താവുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വരത്തില്ല, ചിലർക്കൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയുന്നു. ഓക്കെ, എന്തായാലും നമ്മളിവിടെ സീ ലെവലാണ് എടുക്കുന്നത്. സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ, അതിനൊരു വാല്യൂ ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഇനി ആ പ്രഷർ ഏത് ഡയറക്ഷനിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ആ പ്രഷർ താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? ആ പ്രഷർ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമ്മൾ ഇവിടെ നിന്ന് എച്ച് ഡെപ്ത് താഴോട്ട് പോവുകയാണ്. ഈ സീ ലെവലിൽ നിന്ന് എച്ച് ഡെപ്ത് താഴോട്ട് പോവുകയാണ്. ആ എച്ചാണ് 1000 മീറ്റർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് 1000 മീറ്റർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിന് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ലെവലിന് മുകളിലോട്ടുള്ള വാട്ടറിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ലെവലിന് മുകളിലുള്ള അത്രയും വാട്ടറിൻ്റെ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഇവിടെ രണ്ടാമതൊരു പ്രഷർ ഉണ്ടാവും. ഓക്കെ, ആ പ്രഷറിൻ്റെ വാല്യൂ ആണ് നമ്മൾ പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പഠിച്ചിട്ടുള്ളത്. പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പഠിച്ചിട്ടുള്ളത്. എച്ച് റോ ജി, എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, ആൻഡ് ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രഷറും കൂടെയാണ് ഈ ഒരു ലെവലിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, രണ്ടാമത് ഇവിടെ പറഞ്ഞ എച്ച് റോ ജി. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിയതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ പ്രഷർ. ആ പ്രഷറിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് വിളിക്കുന്നത്. പിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറുണ്ട്. ആ പ്രഷറിനെ നമുക്ക് പി എ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഈ ഡെപ്ത് കാരണം ഒരു പ്രഷറുണ്ട്, അതിനെ നമുക്ക് എച്ച് റോ ജി എന്ന് എഴുതാം. അപ്പോൾ ഈ പി എയുടെ കൂടെ എച്ച് റോ ജിയും കൂടെ കൂട്ടിയതാണ് ആബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ? ഗേജ് പ്രഷറാണ് ഇവിടെ പറഞ്ഞ എച്ച് റോ ജി. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ഇവിടുത്തെ നെറ്റ് പ്രഷർ നിങ്ങൾ മൈനസ് ചെയ്യണം. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇതും കൂടെ കൂട്ടിയപ്പോഴല്ലേ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ പ്രഷർ കിട്ടുക. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുക്കുന്നില്ല, എച്ച് റോ ജി മാത്രം എടുക്കുന്നു. അതാണ് നമുക്കൊരു ഡിവൈസ് വെച്ച് അളക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ എച്ച് റോ ജിയുടെ വാല്യൂ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈസിനെയാണ് നമ്മൾ ഗേജ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രഷറിനെ ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ആബ്സല്യൂട്ട് പ്രഷർ, എന്താണ് ഗേജ് പ്രഷർ എന്നാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൺസിഡർ ചെയ്യുകയാണെങ്കിലുള്ള ടോട്ടൽ പ്രഷറാണ് ആബ്സല്യൂട്ട് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൺസിഡർ ചെയ്യാതെ ഉള്ള റീഡിങ് കാണിക്കുന്ന പ്രഷറിനെയാണ് ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഹൈറ്റ്, അതായത് ഹൈറ്റ് അല്ല ഡെപ്ത് ആണ് എച്ച് എന്നെടുത്തിരിക്കുന്നത് 1000 മീറ്റർ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 1.103 അല്ല, 1.013 ഇൻറ്റു 10⁵ പാസ്കലാണ്. ഇവിടെ തന്നിരിക്കുന്ന 1.103 എന്നാണ്. അത് എഴുതിയ പോകുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. എന്തായാലും നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ വാല്യൂ 1.013 ഇൻറ്റു 10⁵. ഈ ഡെസിമൽ ഇത്രയും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, 1.013 ഇൻറ്റു 10⁵ പാസ്കലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേജ് പ്രഷറാണ് എച്ച് റോ ജി എന്ന് പറയുന്നത്. ഇത് റോ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആറ് പോലെ തോന്നും, പക്ഷേ അവർ റോ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എച്ച് റോ ജി. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ അല്ലേ. അപ്പോൾ 1000 ഇൻറ്റു റോയുടെ വാല്യൂ. റോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഓക്കെ, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ആണ്. അത് എത്രയാണ്? 1.03 ഇൻറ്റു 10⁵ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് തന്നിട്ടുണ്ട്. അതേപോലെ ജിയുടെ വാല്യൂ 10 എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10 എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ 10 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, 1.03 ഇൻറ്റു 10⁵ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് റോയുടെ വാല്യൂ. അതേപോലെ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 വരെ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 എടുക്കുക. അപ്പോൾ ഈ മൂന്ന് നമ്പേഴ്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 103 ഇൻറ്റു 10⁵ പാസ്കൽ എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് ഗേജ് പ്രഷർ. ഇനി പക്ഷെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഗേജ് പ്രഷർ അല്ല, ആബ്സല്യൂട്ട് പ്രഷറാണ്. ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ എച്ച് റോ ജി എന്ന് പറയുന്ന ഈ ഗേജ് പ്രഷറോട് കൂട്ടിയാലാണ് ആബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ്? 1.013 ഇൻറ്റു 10⁵ എന്നാണ് അല്ലേ. പക്ഷേ ഇവിടെ അവർ എടുത്തിരിക്കുന്ന നമ്പർ തെറ്റാണ്. ആ തെറ്റ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു പാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് യഥാർത്ഥ വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുക. 1.013 ഇൻറ്റു 10⁵ എന്നിട്ട് കൊടുക്കുക. ഓക്കെ, പ്ലസ് എച്ച് റോ ജി ചെയ്യുക. എച്ച് റോ ജി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആൻസർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ തന്നെ എടുത്ത് കൊടുത്താൽ മതി. 103 ഇൻറ്റു 10⁵. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ കൂട്ടുന്ന സമയത്ത് നമുക്ക് ആബ്സല്യൂട്ട് പ്രഷർ കിട്ടും. ആബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ഗേജ് പ്രഷർ എന്നാണ്. ഗേജ് പ്രഷർ എന്താണ് എന്നുള്ളത് നമുക്കറിയാം, എച്ച് റോ ജി ആണ്. മാത്രമല്ല അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കൂടെയാണ് 103 ഇൻറ്റു 10⁵ എന്നുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റ് എടുത്ത് അങ്ങ് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് സി പാർട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വിൻഡോ ഓഫ് ഏരിയ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ. നമുക്ക് ഒരു വിൻഡോയിൽ 20 ഇൻറ്റു 20
ഏരിയ വരുന്ന, അതായത് ലെങ്ത് ബ്രെഡ്ത്ത്, അത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ വിൻഡോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓഫ് എ സബ്മറൈൻ അറ്റ് ദിസ് ഡെപ്ത്. സബ്മറൈൻ എന്ന് പറഞ്ഞാൽ മുങ്ങിക്കപ്പൽ, അതായത് കടലിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന വാഹനങ്ങളാണ് മുങ്ങിക്കപ്പൽ അല്ലെങ്കിൽ സബ്മറൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ഇൻറ്റീരിയർ ഓഫ് വിച്ച് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് സീ ലെവൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതിൻ്റെ അകംഭാഗത്ത്, അതായത് ഈ മുങ്ങിക്കപ്പലിൻ്റെ അകത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ, പക്ഷേ നമുക്ക് ഈ ഡെപ്തിൽ ഭയങ്കര വലിയ പ്രഷർ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ വാല്യൂ ഉള്ള പ്രഷർ ആണ് യഥാർത്ഥത്തിൽ ഉള്ളത്. പക്ഷേ നമ്മുടെ ബോഡിക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അറ്റ്മോസ്ഫിയർ പ്രഷർ 1.013 × 10⁵ പാസ്കൽ, അത്രയും പാസ്കൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താണ് ഒരു സബ്മറൈൻ എപ്പോഴും കൊണ്ടുപോകുന്നത്. ഓക്കെ, പക്ഷേ പുറത്ത് നമ്മളിവിടെ കണ്ടുപിടിച്ച ഈ ഒരു ഗേജ് പ്രഷർ എന്നുള്ളൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഗേജ് പ്രഷർ പുറത്തുനിന്ന് അകത്തോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ട്രെങ്ത് ഉള്ള വിൻഡോ ആണ് നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് വിച്ച് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് ദ സീ ലെവൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറാണ് അകംഭാഗത്തുള്ളത്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ അത് നമ്മൾ നോക്കിയതാണ്, കഴിഞ്ഞ ക്വസ്റ്റിന് വേണ്ടി തന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിയാം. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രഷർ പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, അല്ലേ? ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പ്രഷർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയനെ ഇപ്പുറത്തെ വശത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന് കിട്ടും. പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ദ വിൻഡോ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ. പി എന്ന് പറഞ്ഞാൽ പ്രഷർ. ഇവിടെ എടുക്കേണ്ട പ്രഷർ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എടുക്കേണ്ട പ്രഷർ ഗേജ് പ്രഷറാണ് എടുക്കാനുള്ളത്. ഓക്കെ, പി ഇൻറ്റു എ. അപ്പോൾ പിയുടെ വാല്യൂ HρG എടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അത് ഡെൽറ്റ പി എന്ന് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ആബ്സല്യൂട്ട് പ്രഷറിൻ്റെയും അകത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെയും ഡിഫറൻസ് ആണ് ഈ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. പി ഇൻറ്റു എടുക്കുമ്പോൾ മുങ്ങിക്കപ്പലിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ അവിടെ എടുക്കേണ്ടത് ഗേജ് പ്രഷറാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഈ വാല്യൂ. ഓക്കെ, ഇൻറ്റു എ. ഏരിയ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? അതായത് 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 10⁻² മീറ്ററാണ്. ഓക്കെ, സെൻറ്റിമീറ്ററിനെ മീറ്റർ ആകാൻ വേണ്ടി നമ്മൾ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചുരുക്കി 0.2 എന്ന് എഴുതിയാലും മതി. 0.2 തന്നെയാണ് 20 ഇൻറ്റു 10⁻² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ HρGയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, അതെടുത്ത് ഇവിടെ കൊടുത്തു. ഇനി എയുടെ വാല്യൂ 20 ഇൻറ്റു 20 എന്നുള്ളത് 0.2 ഇൻറ്റു 0.2. ഓക്കെ, അല്ലെങ്കിൽ 0.2 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. അതും അല്ലെങ്കിൽ 20 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. സ്ക്വയർ അല്ലേ? സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും 412,000. അതായത് 4.12 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്തിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ നിങ്ങളുടെ സിലബസ് തന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് പാസ്കൽസിലൂടെ ടോപ്പിക്കാണ്. അതായത് ഹൈഡ്രോളിക് ജാക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് ജാക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫോക്കസ് ഏരിയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അതേ ഇക്വേഷൻ ഇട്ട് അതേ മോഡലിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൂടെ ചെയ്യാമെന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേറെ പ്രധാനപ്പെട്ട ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ടോപ്പിക്കുകളൊന്നും ഇതിനകത്തില്ല. ഈ 2 ടോപ്പിക്കുകളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. താങ്ക് യു.